നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്ക് പണം അയക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് എത്രമാത്രം തലവേദന പിടിച്ച പരിപാടിയാണ് അല്ലേ? ഇതിനെന്തെങ്കിലും ഒരു എളുപ്പവഴിയുണ്ടോ? നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തൊരു കൂട്ടുകാരന് ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. അതും ജർമ്മനിയിലെ ടോപ്പ് കോളേജുകളിൽ ഒന്ന്. സ്കോളർഷിപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് 9,000 യൂറോയാണ് അവന് ഫീസായിട്ട് അടയ്ക്കേണ്ടി വന്നത്. അതായത് 8 ലക്ഷം രൂപ. പണം അയക്കാനായി ഞങ്ങൾ തൊട്ടടുത്തുള്ള ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് മറ്റൊരു കണക്കാണ്. 8,28,000 രൂപ. പറഞ്ഞ തുകയിൽ നിന്നും 28,000 രൂപയുടെ വ്യത്യാസം. യെസ്, 28,000 റുപ്പീസ് എക്സ്ട്രാ ഫോർ ട്രാൻസാക്ഷൻ ഫീസ് ആൻഡ് ടാക്സസ്. ആ 28,000 രൂപ അവനൊരു വലിയ മാറ്റം തന്നെയായിരുന്നു. പക്ഷെ അവന്റെ ആഗ്രഹം നടക്കണമല്ലോ. ഞങ്ങൾ പറഞ്ഞ തുകയെല്ലാം അടച്ചു. അവൻ അവന്റെ സ്വപ്നങ്ങളുമായി ജർമ്മനിയിലേക്ക് പറഞ്ഞു. വലിയ ട്രാൻസാക്ഷൻ ഫീസുകളും ടാക്സസും ഒന്നുമില്ലാതെ എങ്ങനെ പണം അയക്കാമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ക്രിപ്റ്റോനെ പറ്റി അറിയുന്നതും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് വലിയ ട്രാൻസാക്ഷൻ ഫീസും ടാക്സസും ഒന്നുമില്ലാതെ നമുക്ക് ലോകത്ത് ആർക്കും ഇന്ന് പണം അയച്ചു കൊടുക്കാൻ സാധിക്കും. പല രീതിയിൽ നമുക്ക് ഇന്ന് ക്രിപ്റ്റോയിൽ ട്രാൻസാക്ഷനുകൾ നടത്താൻ സാധിക്കും. ബിറ്റ്പേ, കോയിൻ ഗേറ്റ് പോലുള്ള പേയ്മെന്റ് ഗേറ്റുകൾ യൂസ് ചെയ്യാം. കോയിൻ ബേസ്, ബിനാൻസ് പുറത്തിറക്കുന്ന ഡെബിറ്റ് കാർഡുകൾ യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിപ്റ്റോ ആക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ then it's super simple. പണത്തിന്റെ കഥയിൽ ഇതായിരിക്കും വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റം. ആ മാറ്റത്തിനായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം.